ഞാനിപ്പോൾ നിൽക്കുന്നത് വിൻഫാസ്റ്റിൻ്റെ സ്റ്റോളിലാണ്. അവിടെ ഏറ്റവും പുതിയ VF7നെയും VF6നെയും VF3നെയും ഒക്കെ അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിയറ്റ്നാമി ബ്രാൻഡാണ്. നമ്മൾ വിയറ്റ്നാമിൽ ട്രാവൽ ചെയ്ത സമയത്ത് ഇവരുടെ ധാരാളം മോഡലുകൾ റോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് ബ്രാൻഡാണ്. ഇവർ 2 വീലറിനെയും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ VF7 എന്ന് പറയുന്ന മോഡലാണ് കാണിക്കുന്നത്. ഇപ്പം എക്സ്റ്റീരിയർ കാണിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ, ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇവർ ലോഞ്ച് ചെയ്ത 2-3 വെഹിക്കിൾസിന് ഞാൻ കാണിക്കാം എന്നുള്ളതാണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ V ബാഡ്ജിങ്, അത് ഈ ഒരു DR-ലും അതേ പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് V ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എയർ ഡാം യൂണിറ്റ് കാണാം. അഡാസ് സെൻസറുകൾ കാണുന്നുണ്ട്. അപ്പം അഡാസ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഹെഡ് ലാമ്പ് വരുന്നത്. സിംഗിൾ ചാമ്പർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പാർക്കിംഗ് സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വന്ന് ടോയിങ് ഹുക്കിൻ്റെ ഭാഗമാണ്. ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസറുകൾ കാണാം. എയർ ഡാം ആക്റ്റീവ് ഒന്നുമല്ല, അകത്ത് ആക്റ്റീവ് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ സ്പെസിഫിക്കേഷൻ അവർ പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇതിൻ്റെ സ്പെക് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. പക്ഷേ 73 kWh ബാറ്ററി പാക്കാണ് വിയറ്റ്നാമിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 495 കിലോമീറ്റർ റേഞ്ചിലും ഇത് സഞ്ചരിക്കുന്നതാണ് വിയറ്റ്നാമിൽ. അത് ഇന്ത്യയിലേക്ക് അതേപോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എയറോ വീൽസ് ആണ്, ഈഗിളിൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. നൈസ് 20 ഇഞ്ച് വീലുകളാണ്. 19 ഇഞ്ച് വീലിൻ്റെ അകത്തും ഇത് ഓപ്ഷനായിട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സൈഡ് വ്യൂ മിറർ ഡ്യുവൽ ടോണിനകത്താണ് വന്നേക്കുന്നത്. ഇത് ഈ കളർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ റിഫ്ലക്ഷൻ അടിക്കാനായിരിക്കും. ചാർജിങ് പോർട്ട് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. 3 മണിക്കൂറുകൊണ്ട് ഫാസ്റ്റ് ചാർജ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കാണാം. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല പ്രീമിയം ഇൻറ്റീരിയർ ആണ്. ലെതറൊക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. 15 ഇഞ്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേൻ്റെ ഭാഗവും വന്നിട്ടുണ്ട്. നല്ല നീറ്റ് ഇൻറ്റീരിയർ ആണ്, ക്ലീൻ ആണ്. അതായത് കാര്യമായിട്ട് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ടോഗിൾ സ്വിച്ചസ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് എയർ കണ്ടീഷൻ്റെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബി പില്ലർ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. നൈസ്, നല്ല നീറ്റായിട്ടുള്ള ഫീൽ ഉണ്ട് വണ്ടി. സൈഡ് പ്രൊഫൈലൊക്കെ കാണുന്ന സമയത്ത്, റിയറിലേക്ക് വരുന്ന സമയത്ത് സ്പോയിലർ ഇവിടെ നമുക്ക് കാണാം. അതുപോലെ ഡിഫോഗർ ലൈൻസ്, ടെക്നിനായിട്ട് നമുക്ക് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. നൈസ്. ബാക്കിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് കാണാം. അതും ഈ ഒരു V സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. VF7 എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. ബൂട്ട് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഇതാണ് ബമ്പർ ഭാഗം. ഡിഫ്യൂസറൊക്കെ നോക്കിയാൽ വെറൈറ്റിയിലാണ് ചെയ്തേക്കണേടാ. നൈസ്. അപ്പോൾ ഇതാണ് VF7. ഇതിൻ്റെ ചെറിയൊരു ഓപ്ഷൻ ഉണ്ട് VF6 എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പം 495 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കാമെന്ന് പറഞ്ഞു. 310 Nm ടോർക്കും 235 ഹോഴ്സ് പവറും ഒക്കെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഇവർ അവതരിപ്പിച്ച മറ്റൊരു മോഡലാണ് VF3. ഞാൻ അതുകൂടി ഒന്ന് കാണിക്കട്ടോ. ഇനി ഇതാണ് വിൻഫാസ്റ്റിന്റെ VF3 എന്ന് പറയുന്ന മോഡൽ. VF3 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് പറയുന്ന സമയത്ത് 18.6 kWh ഒരു ബാറ്ററി പാക്കുള്ള ഒരു വാഹനമാണ്. കാണാൻ ഏറെക്കുറെ ഒരു ബേബി ബ്രോങ്കോയുടെ ഒരു സാദൃശ്യം എവിടെയൊക്കെയോ തോന്നുന്നുണ്ട്. എല്ലാം ഇവിടെ കാണാം. LED ആണ്, പക്ഷേ ഇൻഡിക്കേറ്റർ കൊടുക്കുന്ന ഹാലജനാണ്. വിൻഫാസ്റ്റിൻ്റെ ഒരു ലോഗോ കാണാം. ഈ ഒരു സ്റ്റൈലാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ പുതുതായിട്ട് അവതരിപ്പിച്ച ടാറ്റൻ്റെ ഒരു ലോഗോയും അവിനിയക്കകത്ത് ഇതേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വ്യത്യാസമുണ്ട്, V ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ധാരാളം Vകളൊക്കെ കാണാം. ഈ വണ്ടി 10 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസിലായിരിക്കും നമുക്ക് അവൈലബിൾ ആവാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 18.6 kWh ബാറ്ററി പാക്കാണെന്ന് ഞാൻ പറഞ്ഞു. 215 കിലോമീറ്റർ ദൂരമാണ് ഇത് സഞ്ചരിക്കുക. 43 PS പവറും 115 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. വൈപ്പർ യൂണിറ്റ്, അതുപോലെ ഒരു 14 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. 2 ഡോർ ആണ്. റിയർ പ്രൊഫൈൽ കാണുന്ന സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തിനോടാണ് ഇത് സാദൃശ്യം തോന്നിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. വീലുകൾ വളരെ ബേസിക് വീലുകളാണ്, അലോയ് വീൽസ് ഒന്നല്ല കൊടുത്തേക്കുന്നത്. അതുപോലെ 4 സീറ്റർ ആണ്, 5 സീറ്റർ എന്ന് പറയാം. അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ധാരാളം സ്ഥലമുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ടിൽ ഇടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോമറ്റിന് എന്തായിരിക്കും നല്ലൊരു ഭീഷണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോമറ്റിനോട് ഏറെക്കുറെ സാദൃശ്യം തോന്നുന്നുണ്ട്. ഫെൻഡറൊക്കെ ഭയങ്കര ബൾക്കിയാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കേട്ടോ VF3 എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം. ബൂട്ട് സ്പേസ് അങ്ങനെ കാര്യമായിട്ടില്ല, ചെറിയ വണ്ടി ആയതുകൊണ്ട് അങ്ങനെയാണ്. ഇതാണ് റിയർ പ്രൊഫൈൽ വരുന്നത്. നൈസ്. 10 ലക്ഷം രൂപയ്ക്ക് ഇത് വെർത്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇത് കണ്ട സമയത്ത് എന്ത് തോന്നിയതല്ലോ ഒന്ന് കമൻറ്റ്. എന്തായാലും വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിലേക്ക് വരികയാണ്. അവർ ഒഫീഷ്യലി ഭദ്രദീപം തെളിച്ച് ഇന്ത്യയിലേക്ക് അവരുടെ വരവ് അറിയിച്ചിട്ടുണ്ട് ഈ ഓട്ടോ എക്സ്പോയിൽ. അപ്പോൾ ഒരുപാട് മോഡൽസിന് അവർ കൊണ്ടുവരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിയറ്റ്നാമിൽ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ള മോഡലാണ്. അപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇലക്ട്രിക്കാണ് അവർ കൂടുതലും. ഒരു 2 വീലേഴ്സിനെയും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ വിൻഫാസ്റ്റ്, വെൽക്കം ടു ഇന്ത്യ.